വേണ്ട, ഞാനിത് നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നാണ്. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ജന്തുക്കളോ പ്രാണികളോ ചെളിയോ ഒന്നും തന്നെ ഇല്ലാഞ്ഞ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാലേ ചെമ്പിൻ്റെ ഇലയുടെ പുറത്ത് വെള്ളം വീണാൽ തന്നെ തെറിച്ച് പോവുകയല്ലേ. നമുക്ക് ജസ്റ്റ് ഈ അപ്പച്ചമ്പിൽ കൊള്ളുന്ന പോലെ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കും. നമുക്കിങ്ങനെ വെച്ചിട്ട് ആവി കയറ്റി എടുക്കാവേ. അങ്ങനെ എല്ലാം നമുക്ക് വെക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. നമുക്കിത് എങ്ങനെയായി നോക്കാം. ഉണ്ടോ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് തണുക്കുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം, ചീര അരിയുന്ന പോലെ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നിറം മാറി വഴുന്നിടം വരെ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കാം. കൈപ്പിടിയിൽ ഒതുങ്ങുന്ന പോലെ തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ തേങ്ങ ഒന്ന് കുക്കാന്ന് കഴിഞ്ഞാൽ അല്പം വെള്ളം തളിച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. നമുക്ക് തേങ്ങ കുക്കായെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചീരയല്ല ചേമ്പ് അരിഞ്ഞ് വെച്ചേക്കുന്നത് നമുക്കിതിനകത്തേക്ക് ചേർക്കാം. ഓൾറെഡി കുക്ക് ആണ്. എന്നിട്ട് നമുക്ക് തീ കൂട്ടി വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചീരയല്ല ചേമ്പില തോര റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്.